Hello, welcome to YouTube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് പൈത്തൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. അതായത് നമ്മൾ പൈത്തൺ 3 സ്റ്റാർട്ട് ചെയ്തിരുന്നു, അതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായിട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് എന്താണ് REPL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ പൈത്തൻ്റെ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു പൈത്തൺ ഇൻ്റർപ്രറ്ററിൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് REPL എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, REPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഇവാൽ പ്രിൻറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ റീഡ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക, പിന്നെ കണ്ടിന്യൂ ചെയ്യുക, ലൂപ്പ് ചെയ്യുക, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു ലാംഗ്വേജ് ഫീച്ചറായിട്ട് തന്നെ നമുക്ക് പൈത്തൺ തരുന്നുണ്ട്. അതായത് ഇൻ്റർപ്രറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് തരുന്ന ഒരു സംഭവമാണ് REPL എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ അത് എന്താണ് REPL, നമുക്ക് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള ഗുണം, അതിനെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ REPL എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്തായിരിക്കും, ഒരു സിംപ്ലി നമ്മൾ എന്ത് ചെയ്യും, അതൊരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അത് എക്സ്പെക്ട് സം ഇൻപുട്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസറുടെ ചെയ്യുന്ന ഒരു സം സെറ്റ് ഓഫ് ഇൻപുട്ട്സ് അത് റീഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യും. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമല്ലോ, അതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അതിന് ശേഷം റിസൾട്ട് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ലൂപ്പ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തിട്ട് നെക്സ്റ്റ് ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ബേസിക്കലി റീഡ് ഇവാൽ പ്രിൻറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞ സംഭവം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി സിമ്പിൾ ഒരു എക്സ്പ്രഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫുൾ പ്രോഗ്രാം എഴുതാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളി പൈത്തൻ്റെ കാര്യങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ലൈൻ ഇൻ്റർപ്രറ്ററാണ് പൈത്തൻ്റെ REPL എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടെർമിനലെടുത്തതിന് ശേഷം നമ്മൾ പൈത്തണ്ണോ അല്ലെങ്കിൽ പൈത്തൺ 3 എന്നോ വെക്കുക. പൈത്തൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് പൈത്തൺ 2.0 വേണ്ടിയിട്ട് 2.0 വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പൈത്തൺ 3 ആയതുകൊണ്ട് നമ്മൾ പൈത്തൺ 3 എന്നടിക്കും. പൈത്തൺ 3 എന്നടിച്ചതിന് ശേഷം ഓക്കെ, പൈത്തൺ 3 എന്നടിച്ചിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ പൈത്തൺ 3 എന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പ്രോംപ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബേസിക്കലി REPL എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമുക്കൊരു പൈത്തൺ ID എന്ന് പറഞ്ഞിട്ട് IDLE എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിൻഡോസിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് അതിനകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതേപോലത്തെ ഒരു വിൻഡോ തന്നെ വൈറ്റ് കളറിലോ അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ കളറിൽ ബ്ലാക്ക് ആണെങ്കിൽ അങ്ങനത്തെ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി REPL എന്ന് പറഞ്ഞാൽ. അപ്പോൾ REPL നമുക്കൊരു സിമ്പിൾ ഒരു ഫുൾ പ്രോഗ്രാം എഴുതാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൻ്റെ എക്സ്പ്രഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് റീഡ് ചെയ്യില്ലേ, അതായത് യൂസറുടെ ഇൻപുട്ട്സ് റീഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് പ്രിൻറ്റ് ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളൊരു പൈത്തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റീഡ് ചെയ്തിട്ട് നമ്മൾ ഇതിന് ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഈ സംഭവത്തിന് റീഡ് ചെയ്തിട്ട് അതിന് എന്താണോ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, അത് ഔട്ട്പുട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വേരിയബിൾ x = 100 എന്ന് പറഞ്ഞിട്ട് കൊടുത്തുവരിക. ഓക്കെ, അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്തു, പക്ഷേ ഇത് പ്രിൻറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ പ്രിൻറ്റ് x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് 100 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിമ്പിൾ പ്രോഗ്രാമൊക്കെ നമുക്ക് ഒരു ഫുൾ പ്രോഗ്രാം എഴുതാതെ തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളി ഇതിനെ റൺ ചെയ്ത് നോക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു വേരിയബിൾ റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഇൻപുട്ട് നടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് അത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്, 133 പറഞ്ഞ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒരു വേരിയബിളിലോട്ട് എടുത്ത് വെക്കണം വിചാരിക്കുക. അപ്പോൾ y = ഇൻപുട്ട് നടിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ആ വൈയിലോട്ട് നമ്മൾ എടുത്ത് വയ്ക്കാൻ പോകുന്നത് പറഞ്ഞാൽ 5000 എന്നാണ് വിചാരിക്കുക. ഇനി വൈനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഇഫ് y ഈസ് ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു പ്രിന്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓക്കെ, അപ്പോൾ y > 100 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് നമുക്കൊരു സിമ്പിളായിട്ടൊരു പ്രോഗ്രാം നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ വലിയൊരു പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനോ ഡീബഗ് ചെയ്യാനോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കമാൻഡ് ലൈൻ ഇൻ്റർപ്രറ്ററാണ് REPL എന്ന് പറഞ്ഞ സംഭവം, അതായത് പൈത്തൻ്റെ IDLE എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇതിന് നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്വിറ്റ് നടിച്ചാൽ മതി. ക്വിറ്റ് നടിക്കുക, ഏതാണ് ക്വിറ്റ് നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്കത് കിട്ടണമെങ്കിൽ വീണ്ടും നമ്മൾ പൈത്തൺ 3 നടിക്കുക, വീണ്ടും നമ്മൾ അതിലോട്ട് പോകും. വീണ്ടും നമുക്ക് പ്രീവിയസ് സ്റ്റേറ്റ് ഒന്നും നമുക്ക് ഇവിടെ കിട്ടില്ല. ഇവിടെ പ്രിൻറ്റ് x നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല, കാരണം x നമ്മൾ വേരിയബിൾ നമ്മൾ ഓൾറെഡി പ്രീവിയസ്ലി നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ x എന്ന് പറഞ്ഞ സംഭവം കിട്ടില്ല, കാരണം അത് എക്സിറ്റ് ആയി.
ഓക്കെ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു REPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ എന്താണ് നമുക്ക് REPL എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഓരോ സംഭവങ്ങൾ എന്താണെന്ന് പഠിച്ചു. റീഡ്, ഇവാൽ, പ്രിൻറ്റ്, ലൂപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചു, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പഠിച്ചു. ഓക്കെ. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അതായത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻപുട്ട് കിട്ടും. നമുക്കൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 1000++, ഓക്കെ, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ എല്ലാം നമുക്ക് പെട്ടെന്ന് സിമ്പിളി ആഡ് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1000 ഡിവൈഡഡ് ബൈ, ഓക്കെ, നമുക്ക് അതിന് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനോ നമുക്ക് എന്തെങ്കിലും ഡീബഗ് ചെയ്യാനോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ഈ REPL കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക. ഓക്കെ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ചിലർക്ക് അറിയേണ്ടായിരിക്കും, ചിലർക്ക് അറിയേണ്ടായിരിക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ.